കോപ്പിയടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റം കോപ്പിയടി. ഇപ്പോൾ ഒരു സിനിമയിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീൻ മാത്രമായിരുന്നു കോപ്പി അടിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അതിനെ ഒരു ഇൻസ്പിറേഷൻ എന്നൊക്കെ വിളിക്കാം. എന്നാൽ ഒരു സിനിമ മൊത്തം കോപ്പിയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ ഒരു സിനിമയെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു പടം കണ്ടപ്പോൾ എനിക്ക് പല സിനിമകളുടെ ഒരു കോമ്പിനേഷനായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. പെട്ടെന്ന് ഒരു സിനിമ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ കോപ്പി അടിച്ച് ചെയ്തതാണോ അതോ ഇതെല്ലാം ഒരു കോയിൻസിഡൻസ് ആണോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സിനിമയുടെ പ്ലോട്ട് ഏറെക്കുറെ നമ്മുടെ പൃഥ്വിരാജിന്റെ മെമ്മറീസിന്റെ ഒരു പ്ലോട്ടാണ്. സിനിമയുടെ പ്ലോട്ട് സെയിം ആണെങ്കിലും സിനിമയുടെ ക്ലൈമാക്സ് നല്ല വ്യത്യാസമുണ്ട്. അത് വേറെ പല സിനിമകളുടെ ഒരു കോമ്പിനേഷനായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സിനിമ ഏതൊക്കെയാണ് ഞാൻ എന്തായാലും പറയുന്നില്ല. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ ഒരു സിനിമ സീക്വൽ മൂവി ആയിട്ടാണ് തിയേറ്ററിൽ വന്നത്. അതും ഒരു സീക്വൽ മൂവിക്ക് ഇത്രയും കോപ്പിയടിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഈ സിനിമയുടെ ആദ്യ ഭാഗം അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ്. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് നല്ല കളക്ഷൻ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. സിനിമ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. സിനിമയുടെ പേര് സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.